തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മണിക്കൂറുകളോളം ജീവന് വേണ്ടി പിടഞ്ഞു മരിക്കുക. ഒരാളും അതിനുള്ളിൽ പെട്ടിട്ടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ഉൾപ്പെടെ പറഞ്ഞു കൈയൊഴിയുമ്പോൾ അമ്മയെ തേടി പ്രാണൻ പിടഞ്ഞൊരു മകൻ അലമുറയിട്ട് ഓടുക. ഇന്നലെ മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണു മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് വരെയുള്ള നെഞ്ചുലച്ച കാഴ്ചകളാണിതൊക്കെ. അലമുറയിട്ട് കരയുന്ന മകന്റെ, അമ്മയുടെ, ഭർത്താവിന്റെ, നാട്ടുകാരുടെ, ബന്ധുക്കളുടെ ഉൾപ്പെടെ ഓരോരുത്തരുടെയും വാക്കുകളിലുണ്ട് ബിന്ദു എന്ന സ്ത്രീ അവർക്കൊക്കെ ആരായിരുന്നു എന്ന്. ബിന്ദുവിന്റെ മൃതദേഹം ഇന്ന് രാവിലെ തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിച്ചു. മകൻ നവനീത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ബിന്ദുവിനു സമീപമിരുന്നത്. ഭർത്താവ് വിശ്രുതന്റെ വിഷമം കണ്ണുനീരായി ഒഴുകി. കണ്ടുനിന്ന പ്രദേശവാസികളിൽ പലരും പൊട്ടിക്കരഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന ബിന്ദുവിന്റെ മകൾ കഴുത്തിൽ കോളർ ധരിച്ചാണ് അമ്മയെ അവസാനമായി കാണാനെത്തിയത്. നാടിന്റെ നൊമ്പരമായി മാറിയ ബിന്ദുവിനെ കാണാൻ നൂറുകണക്കിന് ജനങ്ങൾ വീട്ടിലേക്ക് ഒഴുകുകയാണ്. 11 മണിയോടെയാകും വീട്ടുവളപ്പിൽ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുക. ഇന്നലെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ബിന്ദുവിന്റെ മൃതദേഹം ഇന്നലെ മുട്ടുച്ചിറയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. രാവിലെ 8:30യോടെയാണ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. സർക്കാരിനും ആരോഗ്യവകുപ്പിനും പരസ്പരം പഴിചാരി രക്ഷപ്പെടാം. ചാനലുകൾക്ക് പുതിയ വാർത്തയിൽ ബിന്ദു മറഞ്ഞു പോകാം. പക്ഷേ ബിന്ദു ഒരു ലോകമായിരുന്ന കുറെ മനുഷ്യർക്ക് സർക്കാരിന്റെ അനാസ്ഥയിൽ നഷ്ടമായത് ബാക്കി ആയുസിന്റെ ഉറക്കവും സമാധാനവും കൂടിയാണ്.